ഹലോ സ്റ്റുഡൻസ്, നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത് ഹിന്ദിയിലെ യൂണിറ്റ് 3-ലെ ലാസ്റ്റ് ചാപ്റ്റർ, അതായത് മൂന്നാമത്തെ ചാപ്റ്ററാണ്. നമുക്കൊരു കവിതയാണ് പഠിക്കാനുള്ളത്. ഇതുവരെ നമ്മൾ യൂണിറ്റ് 3-ൽ 2 പാഠങ്ങൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. ഏതൊക്കെയായിരുന്നു? ഒന്നാമത്തെ ഒരു സംസ്മരൺ, ദില്ലി മേ ഉന്നീത് എന്ന് പറയുന്ന ഒരു സംസ്മരണം. രണ്ടാമത്തെ ചാപ്റ്റർ മധുർ വചൻ എന്ന് പറയുന്ന ഒരു 6 ദോഹയും നമ്മൾ എന്ത് ചെയ്താണ് പഠിച്ചു കഴിഞ്ഞതാണ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ്? മൂന്നാമത്തെ ചാപ്റ്റർ ആണ് ഏക് തിൻക. ഇതോടുകൂടെ നമ്മുടെ മൂന്നാമത്തെ യൂണിറ്റ് എന്ത് ചെയ്യുന്നു? കംപ്ലീറ്റ് ആവുന്നു. ഓക്കെ, അപ്പൊ ഏക് തിൻക എന്ന് പറയുന്ന ചാപ്റ്റർ എഴുതിയിട്ടുള്ളത് ആരാണ്? അയോധ്യ സിംഗ് ഉപാധ്യായ് ഹരിയോദ്. ഇതൊരു ചെറിയ കവിതയാണ്, ആകെ 12 വരികളേ ഉള്ളൂ. പക്ഷേ നമ്മളിതിന് മുന്നേ പഠിച്ച പാഠങ്ങൾ പോലെ തന്നെ, ആ സംസ്മരണിൽ പഠിച്ചതും അതുപോലെ തന്നെ ദോഹയിലൊക്കെ പഠിച്ച കാര്യങ്ങൾ പോലെ തന്നെ ഭയങ്കര വലിയ ഒരർത്ഥം ഇതിൽ എന്ത് ചെയ്യുന്നുണ്ട്, പറയുന്നുണ്ട്. മനുഷ്യന്റെ അഹങ്കാരത്തിനെ കുറിച്ചാണ് എന്ത് ചെയ്യുന്നത്, ഈ കവിതയിൽ കവി എന്ത് ചെയ്യുന്നത്, പ്രധാനമായിട്ടും പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, കവിത എന്തൊക്കെയാണുള്ളത് നമുക്ക് എന്ത് ചെയ്യാം നോക്കാം. 12 വരികളേ ഉള്ളൂ. 4 വരികളായിട്ടുള്ള 3 സ്റ്റാൻസകളാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, പഠിക്കാനായിട്ടുള്ളത്. അപ്പൊ നമുക്ക് സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്യാം, ഇന്നത്തോടെ ഈ ഒരു ചാപ്റ്റർ നമുക്ക് എന്ത് ചെയ്യാം, നന്നായിട്ട് പഠിച്ചെടുക്കാം. ഇപ്പോൾ കവിത എന്ന് പറയുമ്പോൾ നമുക്ക് മെയിൻ ആയിട്ട് അതിൽ നിന്ന് ചോദിക്കുന്ന ചോദ്യങ്ങൾ എന്ന് പറയുന്നത് വരികളുടെ ആശയങ്ങളൊക്കെയാണ്. അപ്പോൾ ആശയം നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ആ കവിതയിൽ നമുക്ക് എന്ത് ചോദ്യം വന്നാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എഴുതാനായിട്ട് നമുക്ക് പറ്റും, അല്ലേ? അപ്പോൾ നമുക്ക് കവിതയിൽ ആദ്യം നമുക്ക് നോക്കാം എന്താണ് ഏക് തിൻക എന്ന് പറയുന്നതിൻ്റെ മീനിങ്. ഏക് തിൻക എന്ന് പറയുന്നതിൻ്റെ ആ ഒരു അർത്ഥം എന്താണ്? പലതരത്തിലുള്ള അർത്ഥങ്ങൾ ഹിന്ദിയിൽ അതിനെപ്പറ്റി എങ്ങനെയുണ്ട്. നമുക്ക് വൈക്കോൽ എന്നുള്ള അർത്ഥമുണ്ട്, അതുപോലെ തന്നെ ഗ്രാസ്, പുല്ലിന്റെ ഒരു ചെറിയ കഷ്ണം, അങ്ങനെയൊക്കെയുള്ള അർത്ഥങ്ങൾ എന്തിനുണ്ട്, തിൻക എന്ന് പറയുന്നതിനുണ്ട്. ഇവിടെ നമുക്ക് ഉദ്ദേശിക്കുന്നത് എന്താണ്, ഒരു ചെറിയ പുല്ലിന്റെ ഒരു കഷ്ണം. അപ്പോൾ നമുക്ക് അത് എഴുതാം. അപ്പോൾ തിൻക എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താണ്, ഗ്രാസ് എന്നാണ് എന്ത് പറയുന്നത്, തിൻക എന്നുള്ളതിന്റെ അർത്ഥമായിട്ട് വരുന്നത്. ഇതില് കവി തന്നെ തന്നെ സൂചിപ്പിക്കുന്ന രീതിയിലാണ് എന്ത് ചെയ്യുന്നത്, കവിത സ്റ്റാർട്ട് ചെയ്യുന്നത്. മെയിൻ ഞാൻ എന്ന രീതിയിലാണ് എന്ത് ചെയ്യുന്നത്, കവിത സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിലും ഈ കവിതയ്ക്കൊരു പ്രത്യേകതയുണ്ട്. ഈ കവിത വായിക്കുന്ന ഓരോരുത്തരുമാണ് ഈ കവിതയുടെ എഴുത്തുകാർ എന്ന രീതിയിലാണ് എന്ത് ചെയ്യേണ്ടത്, ഈ കവിതയെ കാണേണ്ടത്. കവിയുടെ മാത്രത്തിലല്ല, നമ്മൾ വായിക്കുമ്പോൾ ഇതിലുള്ള ഈ ക്യാരക്ടർ ആരാണ്, നമ്മളാണ് എന്നുള്ള രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഈ ഒരു കവിതയെ നമ്മൾ കാണേണ്ടത്. അപ്പൊ നമുക്ക് വരികൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നമുക്ക് ആദ്യത്തെ 4 വരി എടുക്കാം. ओके, मैं घमंडों में भरा एंटा हुआ एक दिन जब द मुंडरे पर घड़ा आ अचानक दूर से उड़ता हुआ एक दिन का आंख में मेरी पड़ा. ഇത് സിമ്പിൾ ആയിട്ട് ഇതിന്റെ അർത്ഥം പറയുമ്പോൾ ഇത്രേ ഉള്ളൂ. ഒരു ദിവസം ഈ വ്യക്തി, ഇപ്പോൾ വായിക്കുന്നവരാരാണോ അവരാണ് ഇതിലെ ഈ വ്യക്തി. അതാണ് മേം എന്ന് പറഞ്ഞത് കൊണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒരിക്കൽ ഞാൻ വീടിന്റെ മുകളിൽ ടെറസിൽ നിൽക്കുന്ന സമയത്ത്, അഹങ്കാരത്തോടുകൂടെ വലിയവനാണെന്നുള്ള ഭാവത്തോടുകൂടെ നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് കാറ്റിൽ പാറി ഒരു ചെറിയ പുല്ലിന്റെ കഷ്ണം എന്ത് ചെയ്തു, കണ്ണിൽ വന്ന് പതിച്ചു. അതാണ് ആദ്യത്തെ 4 വരികളിൽ എന്ത് ചെയ്യുന്നത്, കവി പറയുന്നത്, കവി എഴുതിയിട്ടുള്ളത്. നോക്കിയേ, അതിന്റെ ആശയം ഞാൻ തൊട്ട് താഴെ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, എഴുതിയിട്ടുണ്ട്. നോക്കാം. ഇൻ പങ്ക്തിയോമേ കവി കഹത്തെ ഹേ എന്ന് പറയുമ്പോൾ അർത്ഥം എന്താണ്? ഇത് എപ്പോഴും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു വാക്കാണ് ഇത് കേട്ടോ. ഇൻ പങ്ക്തിയോമേ കവി കഹത്തെ ഹേ. വേറെ കവിതകളാണെങ്കിലും നമുക്കിത് എഴുതാം. ഇതിന്റെ അർത്ഥം എന്താണ്? ഈ വരികളിൽ കവി പറയുന്നത്, ഏക് ദിൻ മേ ഗർവ് കെ സാത്ത് ഛത് കെ മുണ്ടരേം പർ ഘടാത. ഒരിക്കൽ ഞാൻ അഹങ്കാരത്തോടെ വീടിന് മുകളിൽ നിൽക്കുന്ന സമയത്ത്, തബി ഏക്ദം, ഏക്ദം എന്ന് പറയുമ്പോൾ പെട്ടെന്ന്, തബി ഏക്ദം ഏക് തിൻക ഹവാസെ ഉടുത്താ ഹുവ മേരി ആങ്ക് മേ ആ പട. ഒരു പുല്ലിന്റെ ഒരു ചെറിയ കഷ്ണം എന്ത് ചെയ്തു, കാറ്റിൽ പാറി കണ്ണിൽ വന്ന് പതിച്ചു. ഇതാണ് ആദ്യത്തെ 4 വരികളിൽ പറയുന്നത്. ഇപ്പോൾ നമ്മുടെ കണ്ണിൽ പെട്ടെന്ന് എന്തെങ്കിലും സാധനങ്ങൾ പോയി കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കരമായിട്ടുള്ള അസ്വസ്ഥത ഉണ്ടാവും. ചിലപ്പോൾ കണ്ണ് ചുവക്കും, നമുക്ക് വേദന ഉണ്ടാവും. അപ്പൊ അങ്ങനെ ഒരു അവസ്ഥയിലേക്കാണ് ഇവിടെ ഈ ഒരു വ്യക്തിയും എന്ത് ചെയ്യുന്നത്, എത്തുന്നത്. അതാണ് അടുത്ത 4 വരികളിൽ എന്ത് ചെയ്യുന്നത്, പറയുന്നത്. നോക്കാം. മേ ചിച്ചക് ഉട്ട ഹുവാ ബേചൈൻ സാ ലാൽ ഹോക്കർ ആങ്ക് ബി ധൂക്നെ ലഗി. ഭയങ്കര അസ്വസ്ഥത അനുഭവപ്പെട്ടു.
കണ്ണുകൾ എന്ത് ചെയ്യാൻ തുടങ്ങി? ചുവക്കാൻ തുടങ്ങി. മൂൺ ദേനെ ലോഗ് കപ്പടേ കി ലഗെ ഏൻഡ് ബേച്ചാരി ദബ പാവും ബാഗി. അപ്പോ ഇവിടെ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് എന്താണ്? കണ്ണില് ഇത് വന്ന് പതിച്ച സമയത്ത് ഭയങ്കരമായിട്ട് വേദന അനുഭവപ്പെട്ടു, ഭയങ്കര അസ്വസ്ഥതയുണ്ടായി, കണ്ണ് ചുവന്നു. അപ്പൊ ഈ സമയത്ത് അടുത്തുണ്ടായിരുന്ന ആളുകൾ എന്ത് ചെയ്തു? തുണി കൊണ്ട് ഒരു ചെറിയ തുണി പഴയ ഇങ്ങനെ ചുരുട്ടിയിട്ട് എന്ത് ചെയ്തു? അത് അയാളുടെ കണ്ണിലിട്ടിട്ട് ആ ഒരു ചെറിയ കഷ്ണം എടുത്ത് കളയാനായിട്ട് അവര് ശ്രമിച്ചു. ഇതിനിടയിൽ പാവം അഹങ്കാരം എന്നിൽ നിന്ന് ഓടിപ്പോയി എന്നാണ് എന്ത് ചെയ്യുന്നത്? ഈ വരികളിൽ പറയുന്നത്. ഓക്കെ, അതിന്റെ ആശയം നോക്കാൻ നേരത്ത് നോക്കി. ആങ്ക് മേ തിൻക പഠനേസെ, കണ്ണിൽ ഈ ഒരു പുല്ലിന്റെ കഷ്ണം വന്ന് വീണപ്പോ മേ പരേഷാൻ ഹോഗയ, ആ വ്യക്തി എന്ത് ചെയ്തു? ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടി. ആങ്ക് ലാൽ രംഗ് കി ഹോഗയി, കണ്ണ് ചുവന്നു. ഉസ്മേ ദർദ് ഹോനെ ലഗ, ദർദ് എന്ന് പറയുമ്പോൾ എന്താണ്? വേദന. കണ്ണിൽ ഭയങ്കര വേദന അനുഭവപ്പെട്ടു. ലോക കപ്പടേക്ക് മൂണ്ട് ബനാക്കർ ആങ്ക് സേ തിൻക നിക്കലിനേക്ക് കോശിഷ് കർണയിലേക്ക്, കൂടെ ഉണ്ടായിരുന്ന ആളുകൾ എന്ത് ചെയ്യാൻ ശ്രമിച്ചു? തുണി കൊണ്ട് കണ്ണിൽ നിന്ന് ആ ഒരു ചെറിയ കഷ്ണം എടുത്ത് കളയാനായിട്ട് ശ്രമിച്ചു, അല്ലേ? ഇസി ബീച്ച് ബേച്ചാര ഗമണ്ട് ദബേ പാവ് കഹി ഭാഗ് ഗയ, ഈ സമയത്ത് എൻ്റെ ഉള്ളിലുണ്ടായിരുന്ന അഹങ്കാരം എന്ത് ചെയ്തു? ഓടിപ്പോയി എന്നാണ് പറയുന്നത്. അതായത് അഹങ്കാരികളായ ആളുകൾ എല്ലാം തനിക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റും, മറ്റുള്ളവരുടെ സഹായം ഒന്നും വേണ്ട എന്നുള്ള രീതിയിൽ നിൽക്കുന്നവരായിരിക്കും, അല്ലേ? അപ്പൊ ഈ സമയത്ത് ഇയാളുടെ കണ്ണിലേക്ക് ഇത് വന്ന് വീണപ്പോ അയാൾക്ക് മറ്റുള്ളവരുടെ സഹായം തേടേണ്ടി വന്നു. അപ്പൊ അയാൾ ചെറുതായി. അപ്പോ അയാളുടെ ഉള്ളിൽ അഹങ്കാരം എന്ത് ചെയ്തു? ഉള്ളിൽ നിന്ന് ഇറങ്ങി ഓടിപ്പോയി. അതാണ് രണ്ടാമത്തെ 4 വരികളിൽ പറയുന്നത്. ഇനി ലാസ്റ്റത്തെ 4 വരിയാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം പറയുന്നത്. ഓക്കെ, ജബ് കിസി ടബ് സേ നിക്കല തിൻകാ ഗയ, എങ്ങനെയോ കണ്ണിൽ നിന്ന് ആ പുല്ലിന്റെ കഷ്ണം പോയി. ജബ് സമജ്നെയോ മുझे താനെ ദിയ ഏണ്ട്താ തു കിസി ലിയേ ഇത്നാ രഹാ ഏക് തിൻകാ ഹേ ബഹുത് തേരെ ലിയേ, ഇവിടെ പറയുന്നത് ആ സമയത്ത് എൻ്റെ ഉള്ളിലെ വിവേകം, അല്ലെങ്കിൽ എൻ്റെ ഉള്ളിൽ ആ ഒരു മനസ്സ് എന്നോട് തന്നെ എന്ത് പറഞ്ഞു? നിന്നെ പോലുള്ള അഹങ്കാരികൾക്ക് ഒരു പുല്ലിന്റെ കഷ്ണം തന്നെ എന്താണ്? ധാരാളമാണ്. താൻ വലിയവനാണെന്ന് കരുതി നിന്ന ആ ഒരു വ്യക്തിക്ക് കണ്ണിൽ ആ ഒരു ചെറിയ ഒരു പുല്ലിന്റെ കഷ്ണം പോയപ്പോൾ അയാൾക്കുണ്ടായ അസ്വസ്ഥത അയാളെ ഭയങ്കര ചെറിയവനാക്കി മാറ്റി. അപ്പൊ പറയാണ്, നിന്നെ പോലുള്ള അഹങ്കാരികൾക്ക് ചെറിയ ഒരു വീഴ്ച മതി എന്നിലേക്ക് എത്താൻ, താഴേക്ക് വീണു പോവാൻ, താഴേക്ക് എത്താൻ. അതിന്റെ ആശയം നോക്കി. കിസി തര തിൻകാത്തോ നിക്കൽ ഗയ ആങ്സെ, എങ്ങനെയോ ആ പുല്ലിന്റെ കഷ്ണം എന്ത് ചെയ്തു? കണ്ണിൽ നിന്ന് പുറത്തേക്ക് പോയി. മേരെ ഹി വിവേകിനെ മുജ്പർ വ്യംഗ്യ കിയ, എൻ്റെ ഉള്ളിലെ വിവേകം എന്നോട് തന്നെ എന്ത് ചെയ്തു? ഇങ്ങനെ പറഞ്ഞു. നിന്ദാക്കി ഓർ കഹനെ ലഗ തു ഇത്നാ ഗമണ്ട് ക്യോം കർത്താ ഹെ, നീ എന്തിനാണ് ഇത്ര അഹങ്കാരിയാകുന്നത്? തേരെ ജേസ ഘമണ്ഡി വ്യക്തിയോം കേലിയെ ഏക് തിൻകാ ഹി കാഫി ഹെ, നിന്നെ പോലുള്ള അഹങ്കാരികൾക്ക് ഒരു പുല്ലിന്റെ കഷ്ണം തന്നെ എന്താണ്? ധാരാളമാണ്. എന്ത്? വലിയവനാണെന്നുള്ള ആ ഒരു ചിന്ത മാറി താഴേക്കിറക്കാൻ, നിന്നെയൊക്കെ താഴേക്കിറക്കാൻ എന്ത് മതി? ഒരു ചെറിയ പുല്ലിന്റെ കഷ്ണം മാത്രം മതി. ഇതാണ് കവിതയിൽ എന്ത് ചെയ്യുന്നത്? നമ്മുടെ കവിയായിട്ടുള്ള അയോധ്യ സിംഗ് ഉപാധ്യായ് ഹരിയോദ് എന്ത് ചെയ്യുന്നത്? നമുക്ക് പറഞ്ഞു തരുന്നത്, അല്ലെ? വലിയൊരു അർത്ഥമാണല്ലേ പറഞ്ഞു തരുന്നത്. എന്താ പറയുന്നത്? നമ്മൾ ഒരിക്കലും എന്താകാൻ പാടില്ല? അഹങ്കാരികളാവാൻ പാടില്ല. നമ്മൾ സ്വയമേ നമ്മൾ വളരെ വലിയവരാണ് എന്നുള്ള ചിന്ത നമുക്കുള്ളിൽ എന്ത് ചെയ്യാൻ പാടില്ല? ഉണ്ടാവാനായിട്ട് പാടില്ല. എന്തുകൊണ്ട് പാടില്ല? ചെറിയ ഒരു കാര്യം മതി. ഇവിടെ ഈ ഒരു സാഹചര്യത്തിൽ ഭയങ്കര അഹങ്കാരിയായിട്ട് വീടിന് മുകളിൽ കാറ്റുകൊണ്ട് നിന്ന ആളുടെ കണ്ണിലേക്കൊരു ചെറിയൊരു പുല്ലിന്റെ കഷ്ണം പോയപ്പോഴാണ് അയാൾ അത്രയും എന്ത് ചെയ്തത്? അസ്വസ്ഥനായത്, മറ്റുള്ളവരുടെ സഹായം തേടേണ്ടി വന്നത്. അപ്പോ നമ്മൾ ഭയങ്കര വലിയവനാണെന്നുള്ള ആ ഒരു ചിന്തയിലാണ് നമ്മൾ ഇരിക്കുന്നതെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയ കാര്യം മതി നമ്മൾ എന്ത് ചെയ്യാൻ? ആ ഒരു അഹങ്കാരത്തിൽ നിന്ന് നമ്മളെ താഴേക്ക് വീഴ്ത്താനായിട്ട്. അങ്ങനെ വലിയൊരു മെസ്സേജാണ് എന്ത് ചെയ്യുന്നത്? കവിതയിൽ നമുക്കിവിടെ കവി പറഞ്ഞു തരുന്നത്. ആദ്യത്തെ 4 വരിയിൽ എന്താ പറഞ്ഞത്? സിമ്പിൾ കാര്യം. ആദ്യത്തെ 4 വരിയിൽ എന്തായിരുന്നു? കവി ഒരു ദിവസം വീടിന്റെ ടെറസിൽ നിൽക്കുന്ന സമയത്ത് കാറ്റിൽ പാറി ഒരു പുല്ലിന്റെ കഷ്ണം എന്ത് ചെയ്തു? കണ്ണിൽ വന്ന് വീണു. അത്രയും പറയുന്നുള്ളൂ. ഇനി ബാക്കി അടുത്ത 4 വരിയിലാണ് പറയുന്നത്. പെട്ടെന്ന് ഭയങ്കര അസ്വസ്ഥനായി, കണ്ണ് ചുവന്നു, വേദന അനുഭവപ്പെട്ടു. അത് പുറത്തേക്ക് എടുക്കുന്നതിന് വേണ്ടി മറ്റുള്ളവരെ ആശ്രയിക്കേണ്ടി വന്നു. അവസാനം എങ്ങനെയോ അത് കണ്ണിൽ നിന്ന് പോയപ്പോ തൻ്റെ ഉള്ളിൽ വിവേകം തന്നോട് തന്നെ പറഞ്ഞു, എന്ത്?
നിന്നെപ്പോലുള്ള അഹങ്കാരികൾക്ക് എന്ത് തന്നെ ധാരാളമാണ്? ഒരു ചെറിയൊരു പുല്ലിന്റെ കഷ്ണം തന്നെ വളരെ ധാരാളമാകുന്നു താഴേക്കിറക്കാൻ. ഇതിൽ നിന്ന് നമുക്ക് ചോദിക്കുന്ന പ്രധാനമായിട്ടുള്ള ചോദ്യം നമുക്കറിയാം, ആസ്വാദന കുറിപ്പാണ് അല്ലേ? ഓക്കെ, ആസ്വാദന ടിപ്പണിയാണ് നമുക്ക് ഇതിൽ നിന്ന് മെയിൻ ആയിട്ട് ചോദിക്കാവുന്ന ചോദ്യം. അപ്പൊ ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ നമുക്ക് ഇതുപോലെ ഈ വരികളുടെ എന്തുമാത്രം എഴുതിയാൽ പോരാ, അതിന്റെ ആശയങ്ങൾ മാത്രം നമുക്ക് എഴുതിയാൽ പോരാ അല്ലേ? അതിനൊരു ഇൻട്രൊഡക്ഷനും അതിനൊരു നല്ല കൺക്ലൂഷനൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം? കൊടുക്കാനായിട്ട് സാധിക്കണം അല്ലേ? അപ്പോൾ ഞാൻ അങ്ങനെയുള്ളൊരു ഇൻട്രൊഡക്ഷൻ, ഒരു കൺക്ലൂഷൻ ഞാനിവിടെ എഴുതിയിട്ടുണ്ട്, ഞാനിവിടെ കുറിച്ച് വെച്ചിട്ടുണ്ട്. അതൊന്ന് നിങ്ങൾ നോക്കിയേ. സിമ്പിൾ ഇൻട്രൊഡക്ഷൻ ആണ്, എല്ലാവർക്കും പഠിക്കാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ള ഇൻട്രൊഡക്ഷൻ ആണ്. ഏക് ദിൻ കാ ശ്രീ അയോധ്യ സിംഗ് ഉപാധ്യായ് ഹരിയോദ് കി കവിത ഹെ. ഏക് ദിൻ കാ എന്ന് പറയുന്നത് ശ്രീ അയോധ്യ സിംഗ് ഉപാധ്യായ് ഹരിയോദിന്റെ ഒരു കവിതയാണ്. ഇസ് കവിതയ്ക്ക് ദ്വാര കവി കവി ഗമണ്ഡ് ന കർനെ കി സന്ദേശ് ദേത്താ ഹെ. ഈ കവിതയിലൂടെ കവി നമുക്ക് പറഞ്ഞു തരുന്നത് എന്താണ്? നമ്മൾ അഹങ്കാരികളാകരുത് എന്നുള്ള സന്ദേശമാണ് കവി എന്ത് ചെയ്യുന്നത്? ഇതിലൂടെ നമുക്ക് തരുന്നത്. ഇതാണ് ഇൻട്രൊഡക്ഷൻ. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഈ പറഞ്ഞ 3 സ്റ്റാൻസകളുടെ ആശയങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം? ഇനി എടുത്ത് എഴുതാം. ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞാൽ നമുക്ക് എഴുതാനുള്ള എന്താണ്? കവിതകളുടെ ആ വരികളുടെ അർത്ഥം നമുക്ക് എന്ത് ചെയ്യാം? എടുത്ത് ആസ്വാദന കുറിപ്പിലേക്ക് എഴുതാം, സെക്കൻഡ് പാരഗ്രാഫ് ആയിട്ട്. ഇനി തേർഡ് പാരഗ്രാഫിൽ നമുക്ക് എന്ത് വേണം? ഒരു കൺക്ലൂഷൻ വേണ്ടേ? ഈ കവിതയിലുള്ള ആശയം എന്താന്നുള്ളതിന്റെ ഒരു കൺക്ലൂഷൻ വേണ്ടേ? അപ്പൊ അതും ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. നോക്കിയേ. വ്യക്തി കോ അപ്നെ കിസി ഭി താക്കത്ത് പർ ഘമണ്ഡ് നഹി കർനെ ചാഹിയെ. ഒരു വ്യക്തിയും തങ്ങളുടെ ഒരു കാര്യത്തിന് മേലും എന്ത് ചെയ്യാൻ പാടില്ല? അഹങ്കാരികളാവാൻ പാടുള്ളതല്ല. അഹംഭാവ് സെ മൻ കോ കബി ശാന്തി ന മിൽത്തി. അഹംഭാവം കൊണ്ട്, അഹങ്കാരം കൊണ്ട് ഒരിക്കലും ഒരു മനുഷ്യന്റെ മനസ്സിന് എന്ത് ലഭിക്കുന്നില്ല? ശാന്തി ലഭിക്കുന്നില്ല. കവിനെ മേ ശബ്ദത്തെ കവിത ആരംഭിക്കുക. കവി ഇവിടെ ഇതൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ് ട്ടാ. കവിതയുടെ ആ ഒരു എഴുത്തിന്റെ പ്രത്യേകത, ആ ഒരു പ്രത്യേകതയെ കുറിച്ചാണ് ഈ പോയിന്റിൽ പറയുന്നത്. കവി ഇവിടെ കവിത സ്റ്റാർട്ട് ചെയ്യുന്നത് എന്ത് വെച്ചിട്ടാണ്? മേ ശബ്ദ സേ. നോക്കിയേ, ഇവിടെ കവിത സ്റ്റാർട്ട് ചെയ്യുന്നത് മേ ശബ്ദ സേ കവിത ആരംഭിക്കുക ഹെ. ഇവിടെ കവി ഞാൻ എന്ന വാക്ക് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? കവിത ആരംഭിക്കുന്നത്. എന്തിനാണ് ഇത് ആരംഭിക്കുന്നത്? അടുത്ത പോയിന്റും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. യഹ് മേ ഉൻ സബി പർ ലഘു ഹോം ജോ കവിത പഠിത്തേ ഹേ. ഇവിടെ മേം, ഞാൻ എന്ന് പറയുന്ന ഈ ഒരു വാക്ക് ആരൊക്കെ ഈ കവിത വായിക്കുന്നോ അവരെ എല്ലാവരെയും സൂചിപ്പിക്കുന്നതാണ്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ കവിത എഴുതിയിരിക്കുന്ന ആ ഒരു രീതി അങ്ങനെയാണ്. കവിയെക്കുറിച്ച് മാത്രമല്ല, ആരാണോ ഈ കവിത വായിക്കുന്നത് അവരോരോരുത്തരെയും സ്വയമേയാണ് ഇതിലെ ആ ഒരു വ്യക്തിയായിട്ട് എന്ത് ചെയ്യേണ്ടത്? കണക്കാക്കേണ്ടത്. മനസ്സിലായോ? അപ്പൊ മേം എന്നുള്ള ആ ഒരു ശബ്ദത്തിന്റെ ആ ഒരു എന്താണ് ഇമ്പോർട്ടൻസ് എന്താണ്? അങ്ങനെ സ്റ്റാർട്ട് ചെയ്തതിന്റെ ഉദ്ദേശം എന്താണ്? വായിക്കുന്ന ഓരോരുത്തരും ഈ കവിതയിൽ ഈ പറയുന്ന വ്യക്തിയാണ്. അപ്പൊ നമ്മൾ ആരും എന്ത് ചെയ്യാൻ പാടില്ല? അഹങ്കാരികളാവാൻ പാടില്ല എന്നുള്ളൊരു സന്ദേശം കവി ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്? തരുന്നുണ്ട്. അവസാനത്തെ പോയിന്റ് നോക്കിയേ. കവിത കാ വിഷയ് സദൈവ് പ്രാസംഗിക് ഹേ. അതുപോലെ തന്നെ കവിതയുടെ വിഷയം എന്ന് പറയുന്നത് വളരെ പ്രാസംഗികമായിട്ടുള്ള, വളരെ പ്രസക്തിയുള്ള ഒരു വിഷയമാണ്. പ്രസക്തിയുള്ള ഒരു കാര്യമാണ്. അതായത് എല്ലാ കാലത്തും വളരെ പ്രസക്തിയുള്ള ഒരു കാര്യമായിട്ടാണ് എന്ത് ചെയ്യുന്നത്? മാറുന്നത്. അപ്പോൾ നമ്മുടെ നോക്കിയേ, ഇതാണ് നമ്മുടെ ഇതെന്ന് പറയുന്നത്. ഫസ്റ്റ് പാരഗ്രാഫ് എന്ന് പറയുന്നത് എന്താണ്? ഇൻട്രൊഡക്ഷൻ. അതാണ് നമ്മൾ എഴുതേണ്ടത്. एक दिन का श्री अयोध्या सिंह उपाध्याय हरियोद की कविता है. इस कविता के द्वारा कवि कभी घमंड न करने का संदेश देता है. ഇതാണ് എന്തെന്ന് പറയുന്നത്? ഫസ്റ്റ് പാരഗ്രാഫ് ആയിട്ട് എഴുതേണ്ടത്. ഇനി സെക്കൻഡ് പാരഗ്രാഫിൽ നമ്മൾ എഴുതേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? നമുക്ക് ഇവിടെ ഉള്ള ഈ ഓരോ 4 വരികളുടെയും ആശയം നമ്മൾ എന്ത് ചെയ്യണം? സെക്കൻഡ് പാരഗ്രാഫിൽ നമ്മൾ എന്ത് ചെയ്യണം? എഴുതണം. അത് കഴിഞ്ഞിട്ട് തേർഡ് പാരഗ്രാഫിൽ നമ്മൾ എന്തും എഴുതും? ഇപ്പോൾ പറഞ്ഞു തന്ന കൺക്ലൂഷനും എഴുതും. ഇപ്പോൾ സെക്കൻഡ് പാരഗ്രാഫിൽ എഴുതേണ്ട കാര്യങ്ങളാണ് എന്ത്? ഇതെല്ലാം. ഈ ആശയങ്ങളെല്ലാം നമ്മൾ എവിടെ എഴുതണം? സെക്കൻഡ് പാരഗ്രാഫിൽ എഴുതണം. ഇനി
തേർഡ് പാരഗ്രാഫിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഇവിടെ കൺക്ലൂഷൻ എഴുതുന്നത്. കൺക്ലൂഷനിൽ നമ്മൾ ഒരിക്കൽ കൂടെ കവി പറയുന്ന ആ ഒരു സന്ദേശത്തെ, ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞ കാര്യത്തെ നമ്മൾ ഒന്നും കൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് എന്ത് ചെയ്യാണ്? ഓർമ്മിപ്പിക്കുകയാണ്. എന്താണ്? ഒരു വ്യക്തിയും തൻ്റെ ഒരു കാര്യത്തിന് മേലും എന്ത് ചെയ്യാൻ പാടില്ല, ഒരു കഴിവിന് മേലും എന്ത് ചെയ്യാൻ പാടില്ല, അഹങ്കാരികളാവാൻ പാടില്ല. അഹംഭാവം ഉണ്ടാവുന്നത് കൊണ്ട് ഒരിക്കലും മനസ്സിന് എന്ത് ലഭിക്കുന്നില്ല? ശാന്തി ലഭിക്കുന്നില്ല. ഒന്നുകൂടെ നമ്മൾ എന്ത് ചെയ്തു? കവിതയുടെ വിഷയത്തെ ഓർമ്മപ്പെടുത്തി. പിന്നീട് പറയുന്നത് എന്താണ്? കവിതയുടെ എഴുത്തിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത, മേം എന്ന് പറയുന്ന ഈ ഒരു വാക്കിൻ്റെ പ്രസക്തി, അതിൻ്റെ ഒരു ഉപയോഗം കവിതയിൽ എന്താണ്? മേം എന്ന് തുടങ്ങാനുള്ള കാരണം വായിക്കുന്ന ഓരോരുത്തരും ഞാൻ എന്ന് ചിന്തിക്കാൻ. അതായത് ഇതിലെ ആ ഒരു വ്യക്തി, കവിത വായിക്കുന്നവർ ആരൊക്കെയാണോ അവർ ഓരോരുത്തരുമാണ് ഇതിലെ ആ ഒരു വ്യക്തി എന്ന് പറയുന്നത്. അതായത് ആരും എന്ത് ചെയ്യാൻ പാടില്ല, ഒരു കാര്യത്തിലും തങ്ങളുടെ ഒരു കഴിവിന് മേലും എന്ത് ചെയ്യാൻ പാടില്ല, അഹംഭാവമുള്ളവരായിട്ട് മാറാൻ പാടില്ല. അങ്ങനെ നമ്മൾ അഹംഭാവമുള്ളവരായിട്ടാണ് നിൽക്കുന്നതെങ്കിൽ ചെറിയൊരു കാര്യം മതി നമുക്ക് എന്ത് ചെയ്യാൻ, നമ്മുടെ ആ ഒരു അഹംഭാവം മാറിക്കിട്ടാൻ. ഇവിടെ ആ ഒരു ചെറിയ പുല്ലിൻ്റെ കഷ്ണം പോലെ ചെറിയ എന്തെങ്കിലും ഒരു കാര്യം മതി നമുക്ക് എന്ത് ചെയ്യാൻ, ഇതുപോലെ താഴേക്ക് ഇറങ്ങിപ്പോവാൻ, നമ്മുടെ അഹങ്കാരം ഇല്ലാതാവാൻ. ഇപ്പോൾ കവിത മനസ്സിലായില്ലേ? ഇത്രയുമാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഈ കവിതയിൽ പറഞ്ഞിരിക്കുന്നത്. ഇതിൽ ആസ്വാദനക്കുറിപ്പായിരിക്കും പ്രധാനമായിട്ട് ചോദിക്കുന്ന ആ ഒരു ചോദ്യം, ആസ്വാദന ടിപ്പണി അഥവാ ആശയ ലിഖേ എന്ന് പറയുന്ന ചോദ്യം. ഇത് ഓരോ സ്റ്റാൻസയുടെയും ആശയം എന്ത് ചെയ്യണം, നന്നായിട്ട് പഠിക്കണം. അതിൻ്റെ കൂടെ നമുക്ക് എന്തുകൂടെ ചേർക്കാം, ഈ ഇൻട്രൊഡക്ഷനും കൺക്ലൂഷനും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് ഫുൾ മാർക്ക് കിട്ടാനുള്ള ഒരു ഉത്തരമായിട്ട് എന്ത് ചെയ്യും, അത് മാറുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ചാപ്റ്റർ നമ്മൾ എന്ത് ചെയ്തു, ഇന്നത്തോടെ നമ്മൾ നന്നായിട്ട് പഠിച്ചിട്ടുണ്ട്.